പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ മേൽ സ്നേഹവും കരുതലുമുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നതല്ലേ? ദൈവം ഒരു വാക്ക് തന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ലേ? ഇന്നും ദൈവം ഒരു മനോഹരമായ വാക്ക് തരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, വേദപുസ്തകത്തിൽ യെശയ്യാവ് 49 അധ്യായം 15 വാക്യത്തിൽ, എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതെ ഇരിക്കുമോ? അതായത്, ഒരു കൈക്കുഞ്ഞ്, പാലുകുടിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരമ്മ മറക്കുമോ? അവര് മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ദൈവം പറയുന്നു. ഇനി കുറച്ച് വലുതായാലും ശരി, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക് എന്ന് പറയാറുണ്ട്. പക്ഷേ പിഞ്ചു കുഞ്ഞിനെ, പാലുകുടിക്കുന്ന കുഞ്ഞിനെ അമ്മ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പാലുകുടിക്കുന്ന കുഞ്ഞ്, പാലുകുടിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെ ഒരു മാതാവിന് മറക്കാൻ സാധിക്കില്ല. എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കും. രാത്രി ഉറങ്ങുമ്പോൾ പോലും ഒരു ചെറിയ ശബ്ദം കേട്ടാൽ അമ്മ ഞെട്ടിയുണരും. കാരണം കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടു. ആ കുഞ്ഞിനെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ കുഞ്ഞിനെക്കുറിച്ച് ഇടവിടാതെ എപ്പോഴും ശ്രദ്ധയുണ്ടാകും. ദൈവം പറയുന്നു, അങ്ങനെയൊരു മാതാവ് തന്റെ പിഞ്ചു കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിന്റെ സ്നേഹം ഒരു മാതാവിന്റെ സ്നേഹത്തേക്കാൾ അധികമായ സ്നേഹമാണ്. അത് യേശുവിന്റെ സ്നേഹമാണ്. ഒരമ്മയുടെ സ്നേഹമാണ് ഏറ്റവും മികച്ചതെന്ന് പറയാറുണ്ട്. അതായത്, തന്റെ രക്തത്തെ പാലാക്കി കൊടുക്കുന്നവൾ. അതുകൊണ്ടാണ് ദൈവവും ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നത്. ഒരു മാതാവിനെ മഹിമപ്പെടുത്തി ദൈവം സംസാരിക്കുന്നത് നാം വേദപുസ്തകത്തിൽ കാണുന്നു. ഒരു മാതാവിന്റെ സ്നേഹം അങ്ങനെയുള്ളതാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു അമ്മ പോലും സ്വന്തം കുഞ്ഞിനെ മറന്നു കളഞ്ഞേക്കാം. ഇന്ന് ലോകത്തിൽ നാം അത് കാണുന്നുണ്ട്. പിഞ്ചു കുഞ്ഞിനെ പോലും ഉപേക്ഷിച്ച് സ്നേഹിക്കുന്ന ഏതോ ഒരുത്തന്റെ കൂടെ ഓടിപ്പോകുന്ന സ്ത്രീകളെക്കുറിച്ച് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നു. ഒരു തെറ്റായ ബന്ധത്തിനു വേണ്ടി ഒരു ചെറിയ കുഞ്ഞിനെ പോലും കൊല്ലുന്ന, കിണറ്റിൽ വലിച്ചെറിഞ്ഞ് കൊന്നുകളയുന്ന അമ്മമാരെക്കുറിച്ച് നമ്മളിപ്പോൾ വായിക്കാറില്ലേ? ആശുപത്രിയിൽ ഉപേക്ഷിച്ച് കടന്നുകളയുന്ന അമ്മമാരെക്കുറിച്ച് നാം കേൾക്കുന്നു. അപ്പോൾ അമ്മയുടെ സ്നേഹം മാറിപ്പോയിരിക്കുന്നു. അതാണ് ദൈവം പറയുന്നത്, ഒരമ്മ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവില്ല. നിങ്ങളെ ഭാരമായി കരുതുകയില്ല. നിങ്ങളെ കഷ്ടപ്പാടായി കരുതില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ എങ്ങനെ നിന്നെ മറക്കും? നീ എന്റെ മകൻ, എന്റെ മകൾ. യേശുക്രിസ്തു തന്റെ കൈകളിൽ ആണിയടിക്കാനും കാലുകളിൽ ആണിയടിക്കാനും തന്നെ സമർപ്പിച്ചു. നുറുങ്ങുവാനായി തന്നെ സമർപ്പിച്ച്, കുരിശിൽ തന്നെ സമർപ്പിച്ച് നമ്മെ അധികമായി സ്നേഹിച്ചു. എന്റെ സ്നേഹം വാക്കുകളിലുള്ള സ്നേഹമല്ല, എന്റെ ജീവൻ തന്നെ നിനക്കായി തന്ന് എന്റെ കുഞ്ഞായി നിന്നെ ഞാൻ കൈകളിൽ വഹിച്ചിരിക്കുന്നു. തഴമ്പുള്ള എന്റെ കൈകളിൽ മകനായി, മകളായി നിന്നെ ഞാൻ വഹിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ എങ്ങനെയാണ് മറക്കുക? ഞാൻ നിന്നെ മറക്കുകയില്ല. തെറ്റ് ചെയ്തു, അതുകൊണ്ട് നിന്നെ തള്ളി പുറത്താക്കുമോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്, നിന്നെ ശരിയാക്കുന്നവനാണ്. എന്റെ കൈകളിൽ നിന്നെ സമർപ്പിക്കൂ. നിന്നെ മറക്കാൻ എനിക്ക് സാധിക്കില്ല. നിന്നെ മറക്കുകയില്ല എന്ന് ദൈവം പറയുന്നു. നിങ്ങൾ യേശുവിനെ വിട്ട് മാറിപ്പോയിരിക്കും. ഞാൻ മാറിപ്പോവുകയില്ല. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും. യേശുവിന് നിങ്ങളെ മറക്കാനാവില്ല. എന്റെ മകൻ, എന്റെ മകൾ, എന്റെ ജീവൻ തന്ന് രക്തം ചിന്തി നിന്നെ വീണ്ടെടുത്തില്ലേ? നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു. ഈ ദിവസം നിങ്ങളെ യേശുവിന്റെ കൈകളിൽ സമർപ്പിച്ച്, കർത്താവേ, അങ്ങ് എന്നെ മറക്കുകയില്ല, ഒരിക്കലും എന്നെ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ വീണ്ടും തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് ചെറിയ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങെന്നെ മറക്കാത്ത ദൈവമാകുന്നു. കർത്താവേ, എന്നെ മറക്കുകയില്ല എന്ന് വാക്ക് തന്നിരിക്കുന്നു. ഒരു മാതാവ് സ്വന്തം കുഞ്ഞിനെ മറന്നാൽ പോലും മറക്കുകയില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങയുടെ സ്നേഹം ഏറ്റവും വലുത്. ആ സ്നേഹത്തെ മറന്ന് ഞാൻ ചിലപ്പോൾ അങ്ങയെ വിട്ട് മാറിയിരിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ. ഇതാ വീണ്ടും എന്നെ അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്നു. അതിനകത്തെന്നെ വെക്കണമേ. അങ്ങെന്നെ മറക്കില്ല, മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദിവസം പോലും അങ്ങയെ വിട്ട് കളയാതിരിക്കാൻ അങ്ങയുടെ കൈകളിൽ എന്നെ സ്നേഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിങ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ